വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിട്ടുള്ള ബീഫ് വരട്ടീൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 1 കിലോ ബീഫ് കൊണ്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1 കിലോ ബീഫ് നല്ല ഒരു 5-6 പ്രാവശ്യം കഴുകിയതിന് ശേഷം ഈ വലുപ്പമുള്ള പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഒന്ന് വാരാനായിട്ട് സ്റ്റെയിനറിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് മീഡിയം സൈസിലുള്ള 2 സവാള കട്ട് ചെയ്തതും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മസാല പൗഡേഴ്സാണ് ആഡ് ചെയ്യേണ്ടത്. 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൽ 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പെരിഞ്ചീരകം പൊടിച്ചതിന് 3/4 ടീസ്പൂണും അതുപോലെ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 3/4 ടീസ്പൂണോളം ഉലുവ പൊടിച്ചതും 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് കുറച്ച് ഗരം മസാല പൗഡറാണ്. ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. നല്ല നെയ്യുള്ള ബീഫാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിവാക്കാം കേട്ടോ. ഇത് നെയ്യ് കുറവുള്ള ബീഫാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം സുർക്കയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇതിലോട്ട് തക്കാളിയൊന്നും ചേർക്കുന്നില്ല, സുർക്കയാണ് ചേർക്കുന്നത് കേട്ടോ. ഇനി നല്ലപോലെ കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. മസാല പൗഡേഴ്സൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായ തേങ്ങാക്കൊത്തും ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഒരു 3/4 കപ്പോളം തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ചേർക്കാം. ഓരോരുത്തർക്ക് തേങ്ങാക്കൊത്ത് കൂടുതൽ കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബീഫിൻ്റെ വേവിനനുസരിച്ച് വേവിക്കാം. നല്ല മൂത്ത ബീഫാണെങ്കിൽ 4-5 വിസിൽ വെക്കേണ്ടി വരും. ഇളയ ബീഫാണെങ്കിൽ 2 വിസിലൊക്കെ വെച്ചാൽ മതി കേട്ടോ. ഏതെങ്കിലും വിസിലൊക്കെ വന്നതിന് ശേഷം പ്രഷർ പോയതിന് ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂണോളം കടുകിട്ട് കൊടുത്തിട്ട് അത് പൊട്ടുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും ചുവന്നുള്ളിയും കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് വേണ്ടത്. ഈ കുക്കർ ഓപ്പൺ ചെയ്തപ്പോൾ വെള്ളം അധികം ഇല്ലായിരുന്നു കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ കുക്കറിൽ തന്നെ വെച്ചിട്ട് കുറച്ചൊന്ന് വെള്ളം വറ്റിച്ചതിന് ശേഷം ഇതിലോട്ട് ഇട്ടാൽ മതി. ഇത് കുക്കറിൽ വേവിച്ച സമയത്ത് നമ്മളൊരു തുള്ളി വെള്ളം പോലും ഇതിലേക്ക് ഒഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ വെള്ളമൊന്നുമില്ല. പിന്നെ അധികം നെയ്യൊന്നും ഇല്ലാത്ത ബീഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളത്തിലില്ല. നെയ്യൊക്കെ ഉള്ള ബീഫാണെങ്കിൽ കൂടുതൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കുക്കറിൽ തന്നെ വറ്റിച്ചതിന് ശേഷം ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഡ്രൈ ആയി വരുന്ന സമയത്ത് കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ട് ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഡ്രൈ ആക്കുക. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ കുറച്ചൊരു ഗ്രേവിയോട് കൂടി തന്നെ സെർവ് ചെയ്യാം. എങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ കുറച്ച് ഡ്രൈ ആക്കിയിട്ടാണ് കേട്ടോ സെർവ് ചെയ്തത്. ഇത് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി ബീഫ് കിട്ടുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്തെടുക്കുക. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ